അപ്പോൾ ഇന്ന് നമുക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതേമാതിരി അതിൻ്റെ മുകളിലത്തെ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബോക്സ് ഉണ്ടാവുക. നല്ലതാണ്. ഞാൻ പിങ്ക് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസും വേണം. അങ്ങനത്തെ ഒന്ന് 2 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഉണ്ടാക്കി ഒന്ന് സെറ്റാക്കി എടുത്താണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പീസസ് വേണം. എന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ 2 എണ്ണം ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് 2 എണ്ണം ഇവിടെ അങ്ങനെ ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഒന്നും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് 2 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ കാർഡ്ബോർഡ് ഞാൻ ഒട്ടിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം ഉണ്ടാക്കിയല്ലോ, അത് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറ്റി നോക്കാം. ഇതിൻ്റെ സൈസിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറൂല. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ വേറെ ഒന്നും ഇതാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു 2 എണ്ണം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അറിയുന്നത് ഷെൽഫ് മാതിരി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡ് പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷെൽഫ് മറ്റ് ആ ഒരു ഇത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ കാർഡ്ബോർഡും വെക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ആ കാർഡ്ബോർഡ് മാത്രം ഒട്ടിക്കുക, മറ്റേ ഷെൽഫ് ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു റോളാണ്. റോൾ ഉണ്ടാക്കാൻ ഞാനൊരു A4 ഷീറ്റ് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒട്ടിച്ച മാതിരി ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഓർഗനൈസർ. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഷെൽഫ് മാതിരിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽഫ്. ഇനി ഇങ്ങനെ നമ്മൾ നേരത്തെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചല്ലോ, ആ സാധനം ഞാൻ പെൻ ഹോൾഡർ മാതിരി അവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊന്ന് വെക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെ വെക്കേണ്ടത് എന്നുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒന്നും കൂടി ഒട്ടിക്കാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം. കുറച്ച് ഇടപെട്ടാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വെക്കുന്ന ബുക്സാണ്. ഞാൻ വെച്ച് കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ കുറച്ച് ബുക്സൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ആ ഷെൽഫ് ഉണ്ടാക്കാനാണ് ഞാൻ കുറച്ച് പാടുപെട്ടത്. അല്ലാതെ ഞാൻ എല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ എൻ്റെ ഫിംഗർ ബോക്സ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ സ്കെച്ച് കളറ്, പിന്നെ ഈ സ്റ്റാറിൻ്റെ ഒരു സ്റ്റിക്കറും ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇതും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടിയത്തെ ഷെൽഫിൽ എന്താ വെക്കുന്നത് വെച്ചാൽ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഇതാണ്, അത് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെച്ചതാ ഈ ഒരു ഇതാണ്, ജേർണൽ ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ട്വീസറും വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കി. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ വേറൊന്ന് വെച്ചു. പക്ഷെ ഞാൻ അടുത്ത് ഞാൻ ആദ്യം വെച്ചെടുത്തന്നെ വെച്ചിട്ടോ. ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കത്രിക വെച്ചിരുന്നു. പക്ഷെ ഞാൻ മാറ്റി. ഈ ബോക്സ് എന്ന് പറയുന്നത് ചോക്കാണ്, ചോക്കിൻ്റെ ഒരു സെറ്റാണ്.
അപ്പോൾ ഇതാ നമ്മളെ ഓർഗനൈസർ ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള ആ സാധനം മാറ്റിയിട്ട് ഞാൻ ഈ ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഓർഗനൈസറിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.